ഹലോ ഹലോ, ആരാത്? എന്താ വേണ്ടേ? ഹലോ, ഇത് ഏത് നമ്പറാണ്? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടേ? അല്ല, അഞ്ജനയാണോ? അതെ. പവിയ? അല്ല, അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരുന്നോ? എപ്പോ? കുറച്ചു നേരം മുമ്പ്. കുറെ പ്രാവശ്യം റിങ് ചെയ്തു. ഹലോ പറഞ്ഞപ്പോ റിപ്ലൈ ഇല്ല. ആരാന്നറിയില്ല. എന്താ പവി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കേ, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ ബൈ. ബാബാ, ഇരുന്നു. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ദാ ചെവിയും കേക്കണ്ടായ. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ഞാൻ എന്തിനാ അഞ്ജനെ വിളിക്കുന്നത്? കള്ളത്തരം പറയരുത്. അച്ഛൻ ഫോൺ വെച്ച ഉടനെ ഞാൻ റീഡ് ചെയ്ത് നോക്കി. ഫോണിൽ ആ സൂത്രം വെച്ചിരിക്കുന്ന പിള്ളേർക്ക് കളിക്കാനൊന്നുമല്ല. വിളിച്ചൊന്ന് സമ്മതിച്ച എന്താ കുഴപ്പം? ശരിയാ, വിളിച്ചു. എന്തിന്? ചമ്മന്തി വിളിക്കാം. ചമ്മന്തി ആവാണ്ട് നോക്കിയാ മതി. എന്തിനാ വിളിച്ചേ? അല്ല, ഈ അവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറയാം. അച്ഛൻ എന്ത് ഗാനമേളയ്ക്ക് പോണ്ടോ? അല്ലല്ല, നമ്മുടെ ഈ മായക്കുട്ടി ഒന്ന് അയക്കാന്ന് വിചാരിച്ചു. മായക്കുട്ടിയാ? അവളൊരു മൂളിപ്പാട്ടെങ്കിലും പറഞ്ഞത് അച്ഛൻ ഇതുവരെ കേട്ടോ? ഒന്നുമില്ല, എന്നാലും നിന്റെ ചേട്ടന് ഭയങ്കര നിർബന്ധം അവളെ പാട്ട് പഠിപ്പിക്കണമെന്ന്. എവിടെങ്കിലും കൊള്ളാവുന്ന ടീച്ചർമാരുടെ പറയണമെന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും ഈ നിലനിർത്തിയത് മനസ്സിലായ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യവുമില്ലാതെ ചൂടാകുന്ന എന്തിനായിരിക്കും? ഒന്നെങ്കിൽ അയാൾക്ക് വട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടാവും. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായിരിക്കും ഈ ചൂടാവൽ. കറക്റ്റ്. എന്തായാലും അച്ഛന് വട്ടാണെന്ന് പവി പറയില്ലല്ലോ. വട്ട് ഇല്ല. അപ്പോ അച്ഛൻ എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അതെന്താണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അച്ഛൻ പവിയെ ഒളിച്ച് കോളേജിലും എന്നെ ഒളിച്ചെന്റെ വീടിന്റെ മുൻപിലും കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരെ കാണാനാകും? അതിപ്പോ അതെ, ആരെ കാണാനാവും? ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരാ ഉള്ളതെന്ന് ആലോചിച്ച് നോക്ക്. ആരാ? എന്റെ ടീച്ചർ. അല്ലാതാരാ? ഞെട്ടണ്ട. കല്യാണ വീട്ടിൽ വെച്ച അച്ഛന്റെ മാറ്റങ്ങൾക്ക് തുടക്കമെന്നല്ലേ പവി പറഞ്ഞത്? അതെ. അന്ന് കല്യാണ വീട്ടിലും ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? അന്ന് അവരെ പരിചയപ്പെടുത്തിയത് ഞാനാ. അപ്പോഴച്ഛന്റെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനെന്തിനാ പരിഭ്രമിക്കുന്നത്? പവി, സാധാരണ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോൾ ആരും നെർവസ് ആകാറില്ല. പക്ഷേ അവർക്കിടയിൽ പ്രേമമുണ്ടെങ്കിൽ അവർ പരിഭ്രമിക്കും. എന്നുവെച്ചാ എന്റെ അച്ഛൻ ടീച്ചറെ ലൈൻ അടിക്കാന്നാ? എന്ന് ഞാൻ പവിയുടെ മുഖത്ത് നോക്കി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അതിനുശേഷമാണ് പവിയുടെ അച്ഛൻ പഴയ പ്രണയഗാനങ്ങൾ കുത്തിയിരുന്ന് കേൾക്കാൻ തുടങ്ങിയത്, പവിയുടെ ജീൻസ് ഷർട്ടും ഒക്കെ ചാർത്താൻ തുടങ്ങിയത്, ഡൈ ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും അച്ഛന് ടീച്ചറോടെന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിനപ്പുറം തെളിവുകളൊന്നും നമ്മുടെ ഇല്ല പവി. തെളിവില്ലെങ്കിൽ നമ്മൾ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കണം. എന്നിട്ട് വേണം അതും പറഞ്ഞ് ആ കള്ള കാമോനെ മുമ്പിൽ നിർത്തിയിട്ടൊന്ന് പൊരിക്കാൻ. അതിനെന്താണ് ഒരു വഴി? ഒരു വഴിയുണ്ട്. ഹലോ 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 ഹലോ, ഞാൻ ശ്രീദേവിയാണ്. ശ്രീദേവി ദേവിയാണോ? മേനോൻ സാറല്ലേ? മേനോൻ സാറോ? അങ്ങനെയല്ലോ ദേവി എന്നെ വിളിക്കാറ്. ഇപ്പൊ എന്താ പുതിയൊരു പരിഷ്കാരം? ഞാൻ അത് പെട്ടെന്ന്. സത്യം പറഞ്ഞ ഞാൻ പലവട്ടം അങ്ങോട്ട് വിളിക്കാൻ ഒരുങ്ങിയതാ. പിന്നെ ഞാൻ വിചാരിച്ചു ദേവിക്ക് ചിലപ്പോ എന്നോട് വിരോധം ഉണ്ടോന്ന്. എനിക്കെന്ത് വിരോധം? അല്ല, ഒന്നും അറിഞ്ഞോണ്ടല്ല എന്ന് ദേവിക്കറിയാലോ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. അത് കേൾക്കുമ്പോ ശരിക്കും വല്ലാത്ത മനസമാധാനമുണ്ട്. പിന്നെ അന്ന് കല്യാണ വീട്ടിൽ വെച്ച് ദേവി എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കിയല്ലോ. അത്ഭുതം തോന്നിപ്പോയി. പിന്നെ പാട്ടോടെ കേട്ടപ്പോഴത്തേക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് അങ്ങനെ തിരമാല പോലെ ഇങ്ങനെ. ഏത് പഴയ കാര്യങ്ങള്?
പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോ എല്ലാം ഓർക്കാനുള്ളതല്ലേ. പക്ഷെ ആദ്യം ഓർമ്മ വന്നത് അന്ന് ഞാൻ എഴുതി തന്ന ആ കവിതയില്ലേ, മനസ്സിലായ? പിന്നെ ആ കവിതയല്ലേ? ഞാൻ വിചാരിച്ചു ദേവി ഒക്കെ മറന്നിട്ടുണ്ടാവുന്ന്. എങ്ങനെ മറക്കാനാ? അതിന്റെ ഹൃദയത്തിലല്ലേ എഴുതിയത്. സന്തോഷായി. ഇനി അതൊന്നും മോളിയും കൂടെ കേട്ടാൽ കിച്ചേട്ടന് വലിയ സന്തോഷായി. ഒന്നും മോളില്ലേ? അയ്യോ അതല്ല, ആരോ വരുന്നു, ഞാൻ വെക്കുക. അല്ല, കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം, നീ ഒരു കുറിയൻ ഹലോ 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 ഹലോ, ആരാത്? ദേവിയല്ലേ? ആരാ സംസാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി മേനോന്ന് പറയണോ, കിച്ചുവേട്ടെന്ന് പറയണോ, എങ്ങനെയാ? എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്താ പറയാ? എന്നോട് പിണക്കുണ്ടാവൂലേ? പിണക്കോ? എനിക്കോ? ഞാൻ എന്തിനാ പിണങ്ങുന്നത്? ഒന്നും അറിഞ്ഞോണ്ടല്ലാന്ന് ദേവിക്കറിയാലോ. അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ തന്നെ എന്നെ തിരിച്ചറിഞ്ഞൂലോ. അത്ഭുതം തോന്നി. ആ പാട്ടുകൂടി കേട്ടപ്പോ പഴയ കാര്യങ്ങളെല്ലാം തിരമാല പോലെ ഇങ്ങനെ മനസ്സിലേക്ക്. അല്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഹാവൂ, ഇപ്പൊ വിളിക്കാൻ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പഴയ പുസ്തകങ്ങളൊക്കെ തപ്പിയപ്പോ നമ്മുടെ ആ കവിത കിട്ടി. ഓർമ്മയുണ്ടോ? വർഷം എത്ര കഴിഞ്ഞിട്ടും അത് മനസ്സിലിങ്ങനെ കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം, നീ ഒരു അഞ്ജന, ടീച്ചറും അച്ഛനും തമ്മില് നമ്മൾ കരുതിയ പോലെ അത്ര നിസ്സാര ബന്ധമല്ല. അതിനും അപ്പുറത്ത് ആഴമുള്ള ഒരു അപൂർവ ബന്ധമാവാം അവരുടേത്. അല്ലെങ്കിൽ ടീച്ചർ എന്തിനെങ്കിലും കുട്ടികളെ പോലെ കരയണം? ഫോണിലൂടെ വന്നു തൊട്ട ആ കണ്ണീര് എന്നെ ചുട്ടു പൊള്ളിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ പവി? ഇത്രയേറെ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന അവര് തമ്മില് എങ്ങനെ പിരിഞ്ഞു എന്നറിയണം. അച്ഛനും ഇപ്പൊ ടീച്ചറെ പോലെ ആ പഴയ സ്നേഹം തന്നെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടോന്ന് കൂടി അറിയണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. പവി എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചറുടെ കണ്ണുനീരില്ലേ, അത് കണ്ണുനീരല്ല, ഒരു പുഴയാ. അച്ഛനോടുള്ള സ്നേഹത്തിന്റെ വറ്റാത്ത പുഴ. അത് നമ്മൾ കണ്ടിട്ടും കാണാതിരിക്കുന്നത് പാപമാ.